പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് വലിയ സാമ്പത്തിക ഇടപാടുകളെന്നാണ് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകൾ നടന്നത് ഒരു യുവതിയുടെ ഇടനിലയിൽ നിന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമലയിൽ സ്വാധീനമുറപ്പിക്കാനും പോറ്റിയെ കടകംപള്ളി സഹായിച്ചു. എന്നാൽ കടകംപള്ളി എന്താണ് പോറ്റിയെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിച്ചതെന്ന് നമുക്ക് ആദ്യം നോക്കാം. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ഗവൺമെൻറ്, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ, ഞാൻ എൻ്റെ ഗവൺമെൻറ്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ആകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതെ, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്, 8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇവരുമായി രാജീവ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജീവ്, എന്താണ് കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി നമ്മളിപ്പോൾ കണ്ടു. അതോടൊപ്പം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി നടത്തിയത് വലിയ സാമ്പത്തിക ഇടപാടുകളാണെന്ന കണ്ടെത്തലിലേക്കും SIT പോകുന്നത്. ഒരു കാട്ടുകള്ളന് കൂട്ടുനിന്നത് മന്ത്രിയും കള്ളൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയല്ലേ? പ്രീത്ത്, ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ശബരിമലയിലെ ഒരു ഡിവോട്ടി, ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് അറിയാവുന്നതെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ മറുപടി നൽകിയത്. അല്ലാതെ തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല എന്നായിരുന്നു കടകംപള്ളിയുടെ മറുപടി. പിന്നീട് ഇങ്ങോട്ടാണ് കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുന്നത്. ആ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതായത് അദ്ദേഹം പറയുന്നത് തനിക്കത് കൃത്യമായി ഓർമ്മയില്ല എന്നാണ്. എന്നാൽ കൃത്യമായി ഓർക്കാതിരിക്കേണ്ട ബന്ധമൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ഉണ്ടായിരുന്നത്. 2019 അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. ആ കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഏതായാലും ആ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ ആ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന്. അതായത് സ്റ്റേറ്റ് കാറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തുക, അവിടെ എത്തി സമ്മാനങ്ങൾ നൽകുക, തിരികെ സമ്മാനങ്ങൾ സ്വീകരിക്കുക, ആ രീതിയിലുള്ള ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ഉണ്ടായിരുന്നത്. അവിടെ ആ ബന്ധങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അതല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് 2018 മുതലാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയ്ക്കുള്ള ആസൂത്രണം തുടങ്ങുന്നത്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും കട്ടളപ്പാളികളും ഒക്കെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴും ദേവസ്വം മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. ആ കടകംപള്ളി സുരേന്ദ്രനുമായാണ് വളരെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നത്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വാധീനമുറപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു പിന്നാലെയാണ് ഏതായാലും SITക്ക് വളരെ നിർണായകമായ രേഖകൾ ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോറി ബിസിനസ്സും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുമൊക്കെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നേരത്തെ തന്നെ SITക്ക് ലഭിച്ചതാണ്. ആ കാര്യത്തിൽ ഉള്ള സാമ്പത്തിക ഇടപാടുകളിൽ കടകംപള്ളി സുരേന്ദ്രനും പങ്കാളിയായിരുന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് രേഖകൾ SIT പരിശോധിച്ചിരുന്നു. മാത്രമല്ല ഏറ്റവും നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു യുവതിയുടെ ഇടനിലയിലാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബിസിനസ് ഇടപാടുകൾ നടന്നിരുന്നത്. സീരിയൽ രംഗത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു യുവതി എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്, അതുകൊണ്ടാണ് അത്തരം വിവരങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടാത്തത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ തന്നെയാണ് SITക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ബാങ്ക് രേഖകൾ ഉൾപ്പെടെ SITക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതെല്ലാം കടകംപള്ളിയെ കുരുക്കുന്നത് തന്നെ. നേരത്തെ തന്നെ SITക്ക് ഈ രേഖകളൊക്കെ ലഭിച്ചെങ്കിലും അന്ന് LDF സർക്കാർ ഭരിക്കുകയാണ്. പിണറായി വിജയൻ സർവാധിപതിയായി ഭരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം പോയിരുന്നില്ല. SIT കടകംപള്ളിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ പോലും കൃത്യമായ മറുപടി നൽകാൻ കടകംപള്ളി സുരേന്ദ്രന് കഴിഞ്ഞിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ശബരിമലയിലേക്ക് ഈ രീതിയിൽ കടന്നു കയറാനും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണവും അതുപോലെ തന്നെ കട്ടിളപ്പാളികളിലെ സ്വർണ്ണവുമൊക്കെ ഇങ്ങനെ യഥേഷ്ടം സ്മാർട്ട്
ക്രിയേഷൻസിലേക്കും മറ്റ് ഭക്തരുടെ വീടുകളിലേക്കുമൊക്കെ കൊണ്ടുപോകാനും കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി നൽകാൻ പോലും ആ ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിലുള്ള ആസൂത്രണത്തിൽ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ രീതിയിലുള്ള ബിസിനസ് ബന്ധം കൂടി കടകംപള്ളി സുരേന്ദ്രൻ സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. അതിനൊരു ഇടനിലക്കാരി കൂടി ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുതന്നെയാണ് ശബരിമലയിൽ 2018 മുതൽ ഇങ്ങോട്ട് നടന്ന സ്വർണ്ണ കവർച്ചയ്ക്ക് വിത്ത് വിതച്ചതും അതിനുള്ള എല്ലാ ഗൂഢാലോചനയും നടത്തിയതും എല്ലാ ആസൂത്രണവും നടത്തിയതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു എന്നിവർ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലാവുന്നു. അതുപോലെ തന്നെ ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറസ്റ്റിലാവുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലും ശബരിമലയിൽ ഇത്രയും സ്വാധീനം ഉറപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, 2018 ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്തിയില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരം രേഖകൾ വളരെ വ്യക്തമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വേണം.